അപ്പോൾ നമ്മൾ എല്ലാവരെയും ഈ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമുക്ക് സമയത്തിന്റെ ഒരു സ്കെഡ്യൂൾ ചേഞ്ച് ഉണ്ടായത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഇവിടെ ഡാളസിൽ ഒരു മരണമുണ്ട്. 6 മണിയാകുമ്പോൾ ഡാളസിലെ സമയം 6 മണിയാകുമ്പോഴേക്ക് വേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ സംബന്ധിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് വേണം ക്യാൻസൽ ചെയ്യാമോ എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ അത് ശരിയാകത്തില്ല. ക്ലാസ് നടക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അത് അല്പം നേരത്തെ ആക്കിയെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹകരിക്കുക. ഇതിനകത്ത് ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് വെൽക്കം ചെയ്യുന്നു. കൂടുതൽ ആളുകൾ വന്ന് ചേരുമെന്ന് വിചാരിക്കാം. നമ്മൾ പഠിച്ചത് 1ാമത്തെ യൂണിറ്റിന്റെ 5 പാഠങ്ങൾ നമ്മൾ പഠിച്ചു. 6ാമത്തെ പാഠത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് കഴിയുമെങ്കിൽ ദൈവം അനുവദിച്ചാൽ 3 പാഠങ്ങൾ നമുക്ക് തീർക്കാൻ ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങളുടെ സഹകരണം തീർച്ചയായിട്ടും ഉണ്ടാകണം. യൂണിറ്റ് 1 പാഠം 6 കേരള ക്രിസ്ത്യാനികളുടെ പൂർവ്വകാലങ്ങളിലെ സാമൂഹ്യ നിലവാരമാണ്. അലക്സ് ഉണ്ടോ? അലക്സ്, ഇത് പിന്നെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നില്ലയോ? സ്ക്രീൻ ഷെയർ ഞാൻ ഫോണിലാണ്. ആരെങ്കിലും ലാപ്ടോപ്പിലുണ്ടോ അവിടെ? ചോദിക്കട്ടെ, നോക്കട്ടെ. സെക്കൻഡ്. ഞാനത് അച്ഛൻ തുടങ്ങി. കേരള ക്രിസ്ത്യാനികളുടെ പൂർവ്വകാലങ്ങളിലെ സാമൂഹ്യ നിലവാരം എന്നുള്ളതാണ് ഈ പാഠം 6. അതിനകത്ത് അതിന്റെ തെളിവുകളായിട്ട് ആദ്യം പ്രാരംഭം, അത് കഴിഞ്ഞ് ചെപ്പേടുകൾ എന്നുള്ള ഒരു സബ് ടൈറ്റിൽ ഉണ്ട്. അതിൽ കനായിത്തൊമ്മൻ ചെപ്പേട്, തരിസാപ്പള്ളി ചെപ്പേട്, പിന്നെ ഇരവിക്കോർത്തൻ ചെപ്പേട്, ഇങ്ങനെ 3 ചെപ്പേടുകളെ കുറിച്ചാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വില്യാർവട്ടം രാജകുടുംബം എന്ന് പറയുന്ന ഒരു സബ് ടൈറ്റിൽ ഇവിടെ ഉണ്ട്. ഇത്രയുമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ടുള്ള പാഠം 6 കോണ്ടന്റ്. കേരള ക്രിസ്ത്യാനികളുടെ സാമൂഹ്യ നിലവാരം അല്ലെങ്കിൽ സമൂഹത്തിലെ അവരുടെ സ്ഥാനം സമുന്നതമായ ഒന്നായിരുന്നുവെന്ന് തെളിയിക്കുന്ന രേഖകളെ കുറിച്ചുള്ള പഠനമാണിന്ന്. കേരളത്തിലെ ഭരണത്തലവന്മാരിൽ നിന്നും ക്രിസ്ത്യാനികൾക്ക് ലഭിച്ച ചെമ്പ് തകിടുകളും അതാത് കാലത്തെ ഭാഷാ ശൈലിയിൽ എഴുതിയിട്ടുള്ളതുമായ ശാസനങ്ങളാണ് ഈ ചെപ്പേടുകൾ എന്ന് പറയുന്നത്. 4 ചെപ്പേടുകളാണുള്ളത്. കനായിത്തൊമ്മൻ ചെപ്പേട് 1, തരിസാപ്പള്ളി 2, ഇരവിക്കോർത്തൻ 1. അങ്ങനെ 4 ചെപ്പേടുകളാണ്. നമുക്ക് കേരള ക്രിസ്ത്യാനികളുടെ സാമൂഹ്യ നിലവാരം അല്ലെങ്കിൽ സമൂഹത്തിലെ ഉണ്ടാകുന്ന സ്ഥാനം തെളിയിക്കുന്ന ചെപ്പേടുകളായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിന്ന് ചിലതൊക്കെ നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ കൈവശവും ചിലത് മാർത്തോമാ സഭയുടെ കൈവശവുമാണ് ഇരിക്കുന്നത്. ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതൊക്കെ ആ പാഠത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ മധ്യശതകത്തിൽ ഒരു രാജകുടുംബം, രാജാവും രാജവംശവും ഉണ്ടായിരുന്നതായിട്ടും ചില രേഖകൾ കാണുന്നു. ഇത്രയുമാണ് ഈ പാഠത്തിലെ കോണ്ടന്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. ഒന്നാമത് കനായിത്തൊമ്മൻ ചെപ്പേടിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കനായിത്തോമായിക്ക് അന്നത്തെ കേരള ഭരണാധികാരി കൊച്ചേരക്കോൻ നൽകിയതാണ് ഈ ചെപ്പേട്. തോമായിക്കും കൂടെയുള്ളവർക്കും മഹാദേവർ പട്ടണം ദാനമായി നൽകിയതായി അതിനെ സംബന്ധിച്ചാണ് ഈ ചെപ്പേട്. അപ്പോൾ കനായിത്തോമ്മന്റെ കാലഘട്ടം 4-ാം നൂറ്റാണ്ടാണ്. 3-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടാണ് അദ്ദേഹം കുറെ ആളുകളുമായിട്ട് കേരളത്തിൽ വരുന്നത്. അവർ വന്നപ്പോൾ അവർക്ക് ലഭിച്ച സ്ഥാനം, അവർക്ക് ലഭിച്ച സ്വീകരണം, അവരുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന അവരുടെ സാമൂഹ്യ സ്ഥിതിയാണ് ആ ചെപ്പേട് കൊണ്ട് മനസ്സിലാക്കേണ്ടത്. സുറിയാനി, തമിഴ്, അറബി ഭാഷകളിൽ ഉണ്ടായിരുന്ന ചെപ്പേടിന്റെ പോർച്ചുഗീസ് ഭാഷയിലേക്കുള്ള തർജ്ജമ ചെയ്തതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഈ പകർപ്പ് ഇപ്പോൾ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ആ ചെപ്പേടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ്. മഹാദേവർ പട്ടണവും അവിടെ നിർമ്മിച്ച ദേവാലയവും ചില പ്രത്യേക പദവികളും അവകാശങ്ങളും ക്രിസ്ത്യാനികൾക്ക് അനുവദിച്ചുകൊണ്ടുള്ളതായിരുന്നു ഈ ചെപ്പേട്. അതിന്റെ തീയതി 345, 774,
822 എന്ന് ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ചരിത്ര പണ്ഡിതന്മാർ എല്ലാവരും ഇത് ക്നായ് തോമായ്ക്ക് ലഭിച്ചതാണെന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ഈ ക്നായ് തോമൻ ചെപ്പേഡിന്റെ കാലം അല്ലെങ്കിൽ അതിന്റെ പീരീഡ് അല്ലെങ്കിൽ ഡേറ്റ് എന്ന് പറയുന്നത് 345 ആണെന്നും 774 ആണെന്നും 822 ആണെന്നുമുള്ള ഭിന്നമായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ആ ഡേറ്റ് ഏത് തന്നെ ആയിരുന്നാലും ക്നായ് തോമായുടെ ചെപ്പേഡ് എന്നുള്ള ഒന്നുണ്ടെന്നുള്ളത് ചരിത്രപരമായിട്ട് വളരെ കറക്റ്റാണ് എന്നാണ് പറയുന്നത്. 345 അറബി ഭാഷയിൽ പരിഭാഷയുണ്ടായി എന്ന് പറയുന്നതിലെ പൊരുത്തക്കേടും ചരിത്ര ഗവേഷകനായ വി.സി. ശമൂലച്ചൻ എടുത്തു കാണിക്കുന്നുണ്ട്. കാരണം ഇസ്ലാം മതം ഉണ്ടാകുന്നത് 7-ാം നൂറ്റാണ്ടിലാണ്. ആ 7-ാം നൂറ്റാണ്ടിന് ശേഷമാണ് അറബി ഭാഷ ലോകത്തിൽ പ്രചാരത്തിൽ വരുന്നത്. അതുകൊണ്ട് അതിന് മുൻപുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ അറബി ഭാഷയിൽ പരിഭാഷ എഴുതിയെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന് രണ്ടാമത്തേത് തരിസ പള്ളിച്ചപ്പേടാണ്. തരിസ പള്ളിച്ചപ്പേട് 2 തരിസ പള്ളിച്ചപ്പേട്. അപ്പൊ ക്നായ് തോമൻ ചെപ്പേടിനെ കുറിച്ച് നമ്മൾ കണ്ടു. അടുത്തത് തരിസ പള്ളിച്ചപ്പേട്. കൊല്ലത്ത് നിർമ്മിതമായ തരിസ പള്ളിക്ക് സ്ഥാനു രവിവർമ്മ രാജാവ് അനുവദിച്ചു കൊടുത്ത ചില ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഇതിലടങ്ങിയിരിക്കുന്നു. ത്രീസ എന്ന കൽദായ സുറിയാനിയിലും ത്രീസോ എന്ന പാശ്ചാത്യ സുറിയാനിയിലും പദത്തിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. അത് ഓർത്തഡോക്സ് എന്നാണ്. അപ്പോൾ കൊല്ലത്ത് നിർമ്മിച്ച പള്ളി ഓർത്തഡോക്സ് പള്ളി ആയിരുന്നു എന്ന് തീർച്ചയായിട്ടും അനുമാനിക്കാവുന്നതാണ്. ഈ ഭാഗം നമ്മൾ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത പാരഗ്രാഫ്. ചെപ്പേടുകളെ പറ്റി ഈ വിവരങ്ങൾ നാം ഓർത്തിരിക്കണം. 1-ാം ചെപ്പേടിൽ 3 തകിടുകളും 2-ാം ചെപ്പേടിൽ 4 തകിടുകളും ഉണ്ടായിരുന്നു. 1-ാം ചെപ്പേടിലെ 3 തകിടുകളിൽ അവസാനത്തേതും 2-ാം ചെപ്പേടിന്റെ 4 തകിടുകളിൽ ആദ്യത്തേത് നഷ്ടപ്പെട്ടു പോയി. 1-ാം ചെപ്പേടിൽ ബാക്കിയുള്ള 2 തകിടുകൾ ഒന്ന് കോട്ടയത്ത് ഓർത്തഡോക്സ് സഭയുടെയും മറ്റേത് തിരുവല്ലായിൽ മാർത്തോമാ സഭയുടെയും അധീനതയിൽ സ്ഥിതി ചെയ്യുന്നു. 2-ാമത്തെ ചെപ്പേടിൽ ശേഷിച്ചിരിക്കുന്ന 3 തകിടുകളിൽ 2 ഓർത്തഡോക്സ് സഭയുടെയും 1 മാർത്തോമാ സഭയുടെയും കൈവശം സൂക്ഷിച്ചു വരുന്നു. ഇത് നിങ്ങളത് മനസ്സിലാക്കിയിരുന്നാൽ മതി. ചെപ്പേടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പം 2-ാമത്തെ ചെപ്പേടാണ് ഈ തരിസാപ്പള്ളി ചെപ്പേട്. കൊല്ലത്തുണ്ടായിരുന്ന ഓർത്തഡോക്സ് സഭയുടെ ദയവായിട്ട് നിങ്ങൾ മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. ദയവായിട്ട് മ്യൂട്ട് ചെയ്യണേ. നിങ്ങളുടെ ലൈൻ മ്യൂട്ട് ചെയ്യണേ. ആരാ അത്? ഈ തരിസ പള്ളി എന്നുള്ളതിന്റെ ഒരു വിവരണമാണ് അവിടെ പറഞ്ഞത്. ഒരു എക്സ്പ്ലനേഷൻ ആണ്. തരിസ അല്ലെങ്കിൽ ത്രീസ എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് എന്നാണ്. തരിസ പള്ളി എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് പള്ളി എന്നാണ്. അതിന് സ്ഥാനു രവിവർമ്മ രാജാവ് കൊടുത്ത അവകാശങ്ങളും അധികാരങ്ങളും ഉൾക്കൊള്ളുന്നതാണ് തരിസ പള്ളി ചെപ്പേട്. കൊടുങ്ങല്ലൂർ കഴിഞ്ഞാൽ കൊല്ലമായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട തുറമുഖ പട്ടണം. അതുകൊണ്ട് ഈ കൺവേയൻസ് അല്ലെങ്കിൽ യാത്രയ്ക്ക് ഏറ്റവും വളരെ എളുപ്പത്തിൽ വന്നു ചേരാവുന്ന ഒരു മാർഗമായിരുന്നു കൊല്ലം തുറമുഖം എന്ന് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികള് വ്യാപാരികളും സാമുദായിക ജീവിതത്തിൽ ഉന്നത സ്ഥാനമുള്ളവരും ആയിരുന്നു എന്ന് തരിസ പള്ളി ചെപ്പേട് വ്യക്തമാക്കുന്നുണ്ട്. 72 പദവികളും പല നികുതികളും പിരിക്കാനുള്ള അവകാശവും ഈ ശാസനങ്ങളിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുണ്ട്. കാലം വ്യക്തമാകിയാൽ കേരള ചരിത്ര പഠിതാക്കൾ ഇവയ്ക്ക് പ്രത്യേകം പ്രാധാന്യം കൽപ്പിക്കുന്നു. അപ്പൊ അതിന്റെ കറക്റ്റായിട്ടുള്ള കാലം അതിനകത്തുണ്ട്. സ്ഥാനു രവിവർമ്മൻ AD 844 അല്ലെങ്കിൽ 844 മുതൽ 844 മുതൽ 885 വരെയാണ് ഭരണം നടത്തിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ തരിസാപ്പള്ളി ചെപ്പേടിനെ കുറിച്ച് അല്പം പോലും സംശയിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇനി 3-ാമത്തത് ഇരവിക്കോർത്തൻ ചെപ്പേട്. ആരെങ്കിലും വല്ലതും പറഞ്ഞു? ഇരവിക്കോർത്തൻ ചെപ്പേട് 3-ാമത്തത്. വീരരാഘവ ചക്രവർത്തി ഇരവിക്കോർത്തന് നൽകിയതാണ് ഈ ചെപ്പേട്. ചേര രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്ന മഹോദയപുരത്തെ 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വാണിജ്യ നേതാവായിരുന്നു ഇരവിക്കോർത്തൻ.
സാമുദായികമായി ഹിന്ദുക്കൾക്കൊപ്പം ക്രിസ്ത്യാനികൾക്കും നിലയും വിലയും ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇരവിക്കോർത്തൻ ചെപ്പേട്. അപ്പോൾ അദ്ദേഹം ഒരു വ്യാപാരിയായിരുന്നു, വ്യാപാര പ്രമുഖനായിരുന്നു. അദ്ദേഹത്തിന് അന്നത്തെ ചേര രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള വീരരാഘവ ചക്രവർത്തിയിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള ചെപ്പേടിനാണ് ഇരവിക്കോർത്തൻ ചെപ്പേട് എന്ന് പറയുന്നത്. അത് കാണിക്കുന്നത് ഹിന്ദുക്കളോടൊപ്പം തന്നെ ക്രിസ്ത്യാനികൾക്കും സമൂഹത്തിൽ തുല്യസ്ഥാനം അല്ലെങ്കിൽ അതിനോട് സാമ്യമുള്ള സ്ഥാനമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഭാഷാ ശൈലിയുടെ അടിസ്ഥാനത്തിൽ ഇത് 13-14 ശതകങ്ങളിലേക്ക് ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. 13th സെഞ്ചുറി ഓർ 14th സെഞ്ചുറി എഴുതപ്പെട്ടതാണെന്നാണ് അതിൻ്റെ ഭാഷാ ശൈലി വ്യക്തമാക്കുന്നത്. ചെപ്പേടുകളിലെ അനുശാസനങ്ങൾക്കൊന്നും ഇന്ന് പ്രസക്തിയില്ലെങ്കിലും കേരള ചരിത്രത്തിലും ഭാരത സംസ്കാരത്തിലും ആകമാനവും സുസ്മരണാർഹമായ സംഭാവനകൾ നൽകിയവരാണ് കേരളത്തിലെ പുരാതന ക്രിസ്ത്യാനികൾ. ഇതിൽ നമുക്കും അഭിമാനിക്കാവുന്നതാണ്. അപ്പം ഇന്ന് ഈ ചെപ്പേടുകൾക്ക് വലിയ പ്രസക്തി ഒന്നുമില്ല. അതിനകത്തുള്ള ശാസ്ത്രങ്ങളോ അതിനകത്തുള്ള അവകാശങ്ങളോ അധികാരങ്ങളോ ഒന്നും തന്നെ ക്രിസ്ത്യാനികൾക്ക് അത് ഫങ്ഷൻ ചെയ്യാനായിട്ട് സാധ്യമല്ലല്ലോ, ആർക്കും പറ്റുകയില്ല. പക്ഷേ ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, ആദിമകാലത്ത് ക്രിസ്ത്യാനികൾക്ക് കേരളത്തിലും അതുപോലെ തന്നെ ഭാരത സംസ്കാരത്തിലും അതുല്യമായ ഒരു സ്ഥാനം ഉണ്ടായിരുന്നുവെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട്. അടുത്തത് വില്യാർവട്ടം രാജകുടുംബം എന്നുള്ള ഒരു രാജവംശത്തെ കുറിച്ചുള്ളതാണ്. കേരള ക്രിസ്ത്യാനികൾക്ക് സാമൂഹ്യ ജീവിതത്തിലുണ്ടായിരുന്ന ഉയർന്ന നിലവാരമാണ് അവർക്ക് തന്നെ അവരുടേതായിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വസ്തുത. 9-14 നൂറ്റാണ്ടുകൾക്കിടയിലുള്ള കാലഘട്ടം വളരെ ഐശ്വര്യവും ഔന്നത്യവും പ്രാപിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇതിന്റെ വിശ്വാസ്യത പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പൊ ബിറ്റ്വീൻ 9th സെഞ്ചുറി ആൻഡ് 14th സെഞ്ചുറി അന്ന് വളരെ സുഭിക്ഷമായ ഒരു കാലഘട്ടമായിരുന്നു ക്രിസ്ത്യാനികൾക്ക്. ആ രീതിയിൽ അന്ന് വളരെയേറെ ഐശ്വര്യവും ഔന്നത്യവും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. 1439 അതായത് 1439 റോമൻ പാപ്പ യുജീനിയസ് ഭാരതീയരുടെ പ്രശസ്ത ചക്രവർത്തിയായ തോമായിക്ക് കത്തയച്ചിരുന്നതായിട്ട് ഒരു രേഖയുണ്ട്. ഇനിയും 1502 അതിൽ വാസ്കോഡ ഗാമ സന്ദർശിച്ച കേരള ക്രിസ്തീയ സഭയുടെ പ്രതിനിധികൾ രാജാവിൻ്റെതെന്ന് അവകാശപ്പെടുന്ന ഒരു വടി അദ്ദേഹത്തിന് സമ്മാനിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1911 രചിച്ച കൊച്ചി സെൻസസ് റിപ്പോർട്ടിലും അത് ശരിവെക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്നുള്ള അനുമാനത്തിലെത്തുകയാണ്. ഈ വടി രാജാവിൻ്റെതാണെന്നുള്ള ഒരു സങ്കല്പം, അതുപോലെ തന്നെ യുജീനിയസ് എന്ന് പറയുന്ന റോമൻ പാപ്പ കത്തയച്ചതായിട്ടുള്ള ചിന്ത, അതൊക്കെയും കാണുമ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സങ്കല്പമാണ്. കേരളത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള സംഘടനത്തിൽ ക്രിസ്ത്യാനികൾക്ക് തുണനിന്നത് വില്യാർവട്ടം രാജാവായിരുന്നു. ഇവിടെ ക്രിസ്ത്യാനികൾ വിജയം വരിച്ചു. അങ്ങനെ മാർത്തോമ ക്രിസ്ത്യാനികളുടെ സംരക്ഷകനും തുണയാളിയുമായ രാജാവ് എന്ന് അദ്ദേഹം പേർ സമ്പാദിച്ചു. എന്നാൽ പിൻതലമുറക്കാരായ രാജാക്കന്മാർ ഇതിന് വിപരീതമായാണ് പ്രവർത്തിച്ചത്. മുസ്ലിം ക്രിസ്ത്യൻ റിവോൾട്ടില് ഈ രാജാവ് ക്രിസ്ത്യാനികൾക്ക് തുണയായിട്ട് നിന്നു. അങ്ങനെ ക്രിസ്ത്യാനികൾ ജയിച്ചു എന്നുള്ളത് ഒരു സംഗതി കൂടി ഇതിന്റെ കൂടെ പറയുന്നു. അങ്ങനെയുള്ള അരക്ഷിതാവസ്ഥയിലാണ് പോർച്ചുഗീസ് ആഗമനവും അങ്ങനെ പോർച്ചുഗീസ് രാജാവിൽ നിന്നുള്ള സംരക്ഷണം വാസ്കോഡി ഗാമയിലൂടെ ആവശ്യപ്പെടുന്നത്. പിന്നീട് പറയുന്നുണ്ട്, രാജകുടുംബമോ രാജവാഴ്ചയോ ഉണ്ടായിരുന്നെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് കൊടുങ്ങല്ലൂരും കൊല്ലത്തും മറ്റ് പല സ്ഥലങ്ങളിലും സ്മരണാർഹമായ നിലവാരമുണ്ടായിരുന്നു എന്നാണ് ക്രിസ്ത്യാനികൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ പാഠം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ കണ്ടു, അടുത്തത് വാസ്കോഡി ഗാമയുടെ കാലമാണ് അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ കാലമാണ് എന്ന് നമ്മൾ കാണുന്നു. ഓക്കെ, യൂണിറ്റ് 2 പാഠം 1. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ ലൈൻ മ്യൂട്ട് ആക്കണം. സംസാരിക്കുന്ന ഇവിടെ കേൾക്കുന്നുണ്ട്. ആരാ? സുനു പ്ലീസ്. ജോമി ജേക്കബ്, നിങ്ങൾ നിങ്ങളുടെ ലൈൻ പ്ലീസ്.
താങ്ക് യു. ഓക്കെ. അപ്പൊ അടുത്ത യൂണിറ്റിലേക്ക് പോവാണ്. യൂണിറ്റ് നമ്പർ 2 ആണ്. പാഠം 1. യൂണിറ്റിന്റെ പേര് 6 മുതൽ 16 വരെയുള്ള നൂറ്റാണ്ടുകളിലെ ചരിത്രം എന്നുള്ളതാണ്. അപ്പൊ ഈ 2ാം യൂണിറ്റിൽ നമ്മൾ കാണുന്നത് മുഴുവൻ ഇതാണ്. 6th സെഞ്ചുറി മുതൽ 16th സെഞ്ചുറി വരെയുള്ള ചരിത്രം. പാഠം 1 പേർഷ്യൻ സഭയും അതിലെ കാതോലിക്ക സ്ഥാപനം. അതാണ് പാഠം 1. സോറി അച്ഛാ, ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിക്കാമോ? സോറി. ഓക്കെ. ഈ തെരേസ പള്ളി ഇപ്പോഴും ഓർത്തഡോക്സ് സഭയിൽ തന്നെയാണോ? തെരേസ പള്ളി എന്ന് പറയുന്ന ആ പള്ളി ഇന്നില്ല. പക്ഷെ അതിന്റെ ഒരു പിന്തുടർച്ച എന്നുള്ള നിലയിൽ ഒരു പള്ളി ഉണ്ട് അവിടെ. ആ പേര് തന്നെയുണ്ടോ? ആ പേരില്ല. ഒരു ഓർത്തഡോക്സ് പള്ളി ആ ഭാഗത്ത് കടപ്പുറത്ത്, കൊല്ലം കടപ്പുറത്ത് ഒരു പള്ളിയുണ്ട്. താങ്ക് യു. ഓക്കെ, പോകാമോ? പേർഷ്യൻ സഭയും അതിലെ കാതോലിക്ക സ്ഥാപനവും. അതിന്റെ പ്രാരംഭം ഇങ്ങനെയാണ്. മലങ്കര സഭയും പേർഷ്യൻ സഭയുമായുള്ള ബന്ധം നാം കണ്ടല്ലോ. പേർഷ്യൻ സഭ എപ്പോൾ എങ്ങനെ സ്ഥാപിതമായി എന്ന വസ്തുത പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. 13ാം നൂറ്റാണ്ടിൽ ജീവിച്ച ബാറബ്രായ ഈ കാര്യങ്ങൾ വിവരിക്കുന്നു. എന്നാൽ ചരിത്രപരമായ സ്വീകാര്യത അതിന് കൽപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പം ഈ പേർഷ്യൻ സഭ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് ബാറബ്രായ 13ാം നൂറ്റാണ്ടിലാണ് പറയുന്നത്. അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല എന്നാണ് ഈ പുസ്തക രചയിതാവ് നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പേർഷ്യയിലെ സഭ ഉറഹ അല്ലെങ്കിൽ എഡേസ ഒസ്രോൺ എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു. യേശു ക്രിസ്തുവിന്റെ മരണത്തിനും ഉത്ഥാനത്തിനും ശേഷം അവിടെ അധികം താമസിയാതെ ഇവിടെ ക്രിസ്തു മതം പ്രചരിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും. കാരണം നമുക്കറിയാം അബ്ഗാർ രാജാവിന്റെ ചരിത്രം. അബ്ഗാർ രാജാവിന്റെ കുഷ്ഠരോഗം സുഖപ്പെടുത്തുവാനായി കർത്താവിനാൽ അയക്കപ്പെട്ട കർത്തൃശിഷ്യൻ അവിടെ എത്തിയതായുള്ള ചരിത്രം യൂസേബിയോസ് 4ാം നൂറ്റാണ്ടിലെ യൂസേബിയോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉറഹായിൽ നിന്നും അർമേനിയ, പേർഷ്യ എന്നിവിടങ്ങളിൽ സുവിശേഷം എത്തുകയുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പേർഷ്യയിൽ സഭയുണ്ടായത് എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു എത്തിനോട്ടമാണ്. അതിനകത്ത് അബ്ഗാർ രാജാവ് നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ രോഗസൗഖ്യമാക്കുവാൻ കർത്താവ് ഒരാളിനെ അയച്ചെന്നും അദ്ദേഹം അവിടെ പോയി സുവിശേഷം അറിയിച്ചെന്നും ഒക്കെ ഉള്ളതാണ് തുടക്കം. അപ്പൊ ഉറഹ എന്ന് പറയുന്ന അല്ലെങ്കിൽ എഡേസ എന്ന് പറയുന്ന സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ്. പേർഷ്യയുടെ രാഷ്ട്രീയ അന്തരീക്ഷം സഭയുടെ വളർച്ചയ്ക്ക് അനുകൂലമായിരുന്നു. പാർഥ്യൻ വംശജരായ അർസാസിയൻ രാജാക്കന്മാർ മതകാര്യങ്ങളിൽ നിഷ്പക്ഷതയുള്ളവരായിരുന്നതാണ് പ്രധാന കാരണം. അർസാസിഡ് എന്ന് പറയുന്ന രാജാക്കന്മാര് മതപരമായിട്ടുള്ള തീവ്രതയില്ലാതെ അവർക്ക് മതകാര്യങ്ങൾ നിഷ്പക്ഷമായിട്ടുള്ള നിലപാടായിരുന്നു. അതുകൊണ്ട് അവിടെ ക്രിസ്ത്യാനിറ്റിക്ക് വളരുവാൻ അനുകൂലമായ ഒരു സന്ദർഭമായി. AD 225 അർസാസിയൻ രാജാക്കന്മാർ അവിടുത്തെ പൂർവ്വമതസ്ഥരായ സസാനിയൻ രാജാക്കന്മാരാൽ പരാജയപ്പെടുത്തപ്പെട്ടു. ഭരണം ഏറ്റെടുത്തു. അവർ ക്രൈസ്തവ മതത്തിനെതിരായിരുന്നതിനാൽ പല പീഡകൾക്കും സഭ വിധേയമായി തീർന്നു. അപ്പൊ AD 225 മുതലുള്ള കാര്യങ്ങളാണ്. അപ്പൊ വേറൊരു രാജവംശം അവിടെ വരികയാണ്. സസാനിയൻ എന്ന് പറയുന്ന സസാനിയൻ രാജാക്കന്മാര്. അവര് ഈ അസാസിയൻ രാജാക്കന്മാരെ പരാജയപ്പെടുത്തി ഭരണം കൈയേറ്റു. അതിനുശേഷം സഭയ്ക്ക് വളരെയേറെ പീഡകൾ നേരിട്ടു. മാർത്തോമാ ശ്ലീഹായാണ് പേർഷ്യൻ സഭയുടെ സ്ഥാപകനെന്ന് അവകാശപ്പെടുന്നു. ഇന്ത്യയിലേക്കുള്ള യാത്രാമധ്യേ പേർഷ്യയിലും സുവിശേഷം അറിയിച്ചിരുന്നു എന്നാണ് പാരമ്പര്യം. അപ്പം നമ്മൾ നേരത്തെ കണ്ടതാണത്. തോമാസ് ശ്ലീഹ കേരളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഉറഹ വഴിയാണ് വരുന്നത്. ആ ഉറഹായിൽ വന്നപ്പോൾ അവിടെ പേർഷ്യയിൽ അദ്ദേഹം സുവിശേഷം അറിയിച്ചതിന് ശേഷമാണ് കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നത് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ മാർത്തോമാ ശ്ലീഹ തന്നെയാണ് പേർഷ്യയിലും സഭ സ്ഥാപിച്ചതെന്ന് അനുമാനിക്കാവുന്നതാണ്. അത് 1ാം നൂറ്റാണ്ടിൽ തന്നെ, അല്ലെങ്കിൽ കേരളത്തിൽ AD 52 മാർത്തോമാ ശ്ലീഹ വന്നെങ്കിൽ അതിനു മുമ്പാണ് പേർഷ്യയിൽ അദ്ദേഹം സുവിശേഷം അറിയിച്ചത് എന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ആദായി, പിന്നീട് മാറി എന്നിവർ അവിടെ സഭയുടെ സാരഥ്യം ഏറ്റെടുത്തിരുന്നു.
അപ്പം തോമാസ് ലീഹായുടെ കാലശേഷം അല്ലെങ്കിൽ അദ്ദേഹം അവിടുന്ന് പോയപ്പോൾ ആദായി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യനെ അവിടെ ഏൽപ്പിച്ചു. ആദായിക്ക് ശേഷം മാറി എന്ന് പറയുന്ന ഒരു ശിഷ്യൻ അവിടെ സഭയുടെ ചുമതല ഏറ്റെടുത്തു എന്ന് കാണുന്നു. സഭയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. എന്നാൽ 226-ൽ പേർഷ്യ റോമ സാമ്രാജ്യങ്ങൾ തമ്മിലുണ്ടായ സംഘട്ടനത്തെ തുടർന്ന് റോമ സാമ്രാജ്യത്തോട് ചേരേണ്ടി വന്നുവെങ്കിലും 363-ൽ റോമ ചക്രവർത്തിയായിരുന്ന ജോബിയൻ നിസിബീനിനെ പേർഷ്യക്ക് വിട്ടുകൊടുത്തു. അപ്പൊ ഈ പേർഷ്യ റോമ സാമ്രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സംഘട്ടനം ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ അതിനെ തുടർന്ന് പേർഷ്യൻ റോമ സാമ്രാജ്യത്തോട് ചേരുന്നുണ്ട്. അതിനുശേഷം 363-ൽ ജോബിയൻ എന്ന് പറയുന്ന ചക്രവർത്തി ഈ പേർഷ്യ നിസിബിയൻ എന്ന് പറയുന്ന സ്ഥലം, അത് പേർഷ്യൻ സഭയുടെ ആരംഭ പട്ടണമാണ്, അത് പേർഷ്യക്ക് വിട്ടുകൊടുക്കുകയാണ്. പേർഷ്യൻ സഭയുടെ ഉത്ഭവത്തിലും വളർച്ചയിലും ഉറഹായിലെ സഭയ്ക്ക് വലിയ പങ്കുണ്ടായിരുന്നു. പേർഷ്യൻ സഭ അന്ത്യോക്യൻ സഭയുടെ പുത്രിയായിരുന്നില്ല. അത് അന്ത്യോക്യയുടെ ഭരണപരിധിയിൽ ഒരു കാലത്തും ഉൾപ്പെട്ടിരുന്നില്ല. പേർഷ്യൻ സഭ ഉറഹായിലെ സഭയുടെ പുത്രിയാണ്. അപ്പോൾ ഈ പേർഷ്യൻ സഭയുടെ അല്ലെങ്കിൽ പേർഷ്യൻ സഭ അന്ത്യോക്യൻ സഭയുടെ പുത്രിയാണ് അല്ലെങ്കിൽ ഒരു സൃഷ്ടിയാണ് എന്നുള്ള രീതിയിലുള്ള പഠിപ്പിക്കലുണ്ട്. അത് അന്ത്യോക്യക്കാർ പഠിപ്പിക്കുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. എന്നാൽ പേർഷ്യൻ സഭ ഉറഹായിലെ സഭയുടെ പുത്രിയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് W.A. വിഗ്രാമിന്റെ ആൻ ഇൻട്രൊഡക്ഷൻ ടു ദ ഹിസ്റ്ററി ഓഫ് ദി അസീറിയൻ ചർച്ച് എന്നുള്ള പുസ്തകത്തിൽ അത് അതിന്റെ കൊട്ടേഷനായിട്ട് PC ശിമോലച്ചൻ എടുത്തു പറയുന്നു. അപ്പം ഈ പേർഷ്യൻ സഭയുടെ തുടക്കം നമ്മൾ കാണുന്നു. അതിനുശേഷമുള്ള കാലഘട്ടം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നാലാം നൂറ്റാണ്ടായപ്പോഴേക്കും സ്വന്തം കാലിൽ നിൽക്കാൻ പേർഷ്യൻ സഭ പ്രാപ്തയാവുകയും ചെയ്തു. നിക്യാ സുന്നകദോസ് വരെയുള്ള റോമാ സാമ്രാജ്യത്തിലെ സഭ ആകമാനം ഒരേ ഭരണവ്യവസ്ഥയോ പാരമ്പര്യം മാനദണ്ഡങ്ങളോ വിധേയമായിട്ടല്ല കഴിഞ്ഞു വന്നത്. ഓരോ ദേശത്തിന്റെ സ്വഭാവം അനുസരിച്ച് സ്വാതന്ത്ര്യം അനുഭവിച്ച് വളർന്നു വരികയായിരുന്നു. അങ്ങനെയാണ് പേർഷ്യൻ സഭയുടെ വികസനവും ഇങ്ങനെയായിരുന്നു എന്ന് കാണാം. ബാരബ്രായ പേർഷ്യൻ സഭാചരിത്രം പറയുമ്പോൾ ഇതിന് വിരുദ്ധമായി സംസാരിക്കുന്നത്. ബാരബ്രായയുടെ ചരിത്രം എപ്പോഴും അന്ത്യോക്യയോട് അനുകൂലമായിട്ട് അന്ത്യോക്യയോടുള്ള ഒരു ചായ്വാണ് അദ്ദേഹം പറയാറുള്ളത്. അപ്പൊ പേർഷ്യൻ സഭ അന്ത്യോക്യൻ സഭയുടെ പുത്രിയാണെന്നുള്ള രീതിയിലാണ് ബാരബ്രായ പഠിപ്പിക്കുന്നത്. പക്ഷെ അത് ചരിത്രപരമായിട്ട് ശരിയല്ല എന്നാണ് മറ്റ് ചരിത്രകാരന്മാരിൽ നിന്നൊക്കെയും ഗവേഷണത്തിലൂടെ അല്ലെങ്കിൽ അദ്ദേഹം വിശേഷമത്സരം കണ്ടെത്തി നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ എന്തായിരുന്നു ബാരബ്രായയുടെ വിവരണം എന്ന് നോക്കാം. തിഗ്രീസിലെ മഫ്രിയാനേറ്റ് സ്ഥാപിതമായത് AD 628 അല്ലെങ്കിൽ 629. അന്ത്യോക്യൻ സുറിയാനിക്കാരനായ ബാരബ്രായ 13-ാം നൂറ്റാണ്ടിൽ ഈ സിംഹാസനത്തിൽ അവരോധിതനായി 1286-ൽ നിര്യാണം പ്രാപിച്ചു. അപ്പൊ ഇദ്ദേഹം ഒരു അന്ത്യോക്യനായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അന്ത്യോക്യൻ സുറിയാനിക്കാരനായ ബാരബ്രായ 13-ാം നൂറ്റാണ്ടിൽ പേർഷ്യൻ സഭയുടെ തിഗ്രീസിലെ മഫ്രിയാനേറ്റിലെ മെത്രാനായിട്ട് വാഴിക്കപ്പെടുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം 1286-ൽ കാലം ചെയ്തതായിട്ടും വായിക്കുന്നുണ്ട്. പക്ഷെ ഈ തിഗ്രീസിലെ മഫ്രിയാനേറ്റ് സ്ഥാപിതമായത്, മഫ്രിയാനേറ്റ് എന്ന് പറഞ്ഞാൽ മഫ്രിയാന അല്ലെങ്കിൽ കാതോലിക്ക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. കാതോലിക്കായുടെ സ്ഥാപനത്തെ കാതോലിക്കേറ്റത്തും മഫ്രിയാനയുടെ സ്ഥാപനത്തെ മഫ്രിയാനേറ്റ് എന്ന് നമ്മൾ പറയും. അപ്പൊ ഈ തിഗ്രീസിലെ മഫ്രിയാനേറ്റ് 7th സെഞ്ചുറിയിലാണ് സ്ഥാപിതമായത്. എന്നാൽ ഈ 13-ാം നൂറ്റാണ്ടിൽ ബാരബ്രായ ആ തിഗ്രീസിലെ മഫ്രിയാനേറ്റിലെ മെത്രാനായി. അതിനുശേഷം അദ്ദേഹം മരിച്ചുപോയി എന്നാണ് നമ്മൾ കണ്ടത്. തിഗ്രീസിലെ മഫ്രിയാനായിക്ക് കിഴക്കന്റെ കാതോലിക്ക എന്ന പേരും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് കിഴക്കന്റെ കാതോലിക്ക. തിഗ്രീസിലെ മഫ്രിയാനായിക്കാണ് കിഴക്കന്റെ കാതോലിക്ക എന്ന് പറയുന്നത്.
എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? റോമ സാമ്രാജ്യത്തിന് കിഴക്കുള്ള ഒരു രാജ്യമാണ് പേർഷ്യ. അവിടുത്തെ മഫ്രിയാനേറ്റ് ആണ് മഫ്രിയാനേറ്റ് അല്ലെങ്കിൽ കിഴക്കിന്റെ കാതോലിക്ക എന്ന് പറയുന്നത്. 9-ാം നൂറ്റാണ്ടിന്റെ സൃഷ്ടിയായ അറബിക് കാനോനിൽ അന്ത്യോക്യയ്ക്ക് കൊടുത്തിരിക്കുന്ന അധികാരത്തിന്റെ വിസ്തൃതി 325 നിക്കാ നിശ്ചയപ്രകാരമാണെന്നും എന്നാൽ കിഴക്കിന്റെ കാതോലിക്കായ്ക്ക് ഉൾഭരണ സ്വാതന്ത്ര്യം ഉള്ളതായി അദ്ദേഹം വിശ്വസിക്കുന്നു. ഈ ഇടയ്ക്ക് പറയുകയാണ്, ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ചിലപ്പോഴും പ്രയാസപ്പെടേണ്ടി വരും. ഇപ്പൊ 9th സെഞ്ചുറിയിലെ അറബിക് കാനോൻ നമ്മളത് നേരത്തെ കണ്ടതാണ്. ആ അറബിക് കാനോനിൽ അന്ത്യോക്യയ്ക്ക് വളരെയേറെ അധികാര വിസ്തൃതി ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ 325 നിക്കാ സുന്നതോസ് നിശ്ചയപ്രകാരം കിഴക്കിന്റെ കാതോലിക്കായ്ക്ക് ഉൾഭരണ സ്വാതന്ത്ര്യം ഉള്ളതായിട്ടും കാണിക്കുന്നു. അപ്പൊ ഇത് രണ്ടു തമ്മിലൊരു വൈരുദ്ധ്യമുണ്ട്. ഈ അറബിക് കാനൂനിൽ പറയുന്നത് അന്ത്യോക്യയ്ക്ക് ഒത്തിരി അധികാര സീമ ഒത്തിരി വലുതാണെന്ന്. പക്ഷെ അവിടെ തന്നെ പറയുന്നുണ്ട് കിഴക്കിന്റെ കാതോലിക്കായ്ക്ക് ഉൾഭരണ സ്വാതന്ത്ര്യം ഉള്ളതായിട്ട്. ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട് ബാറബ്രായയുടെ വിവരണം അനുസരിച്ച്. രണ്ടും കൂടെ ഒരുമിച്ച് പറയാനൊക്കത്തില്ല. ഒന്നുകിൽ അന്ത്യോക്യയ്ക്ക് അധികാര സീമ ഒത്തിരി വലുതാണെന്ന് പറയാം, അല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞ കാര്യം പറയാം. ഇത് രണ്ടും കൂടെയാണ് അദ്ദേഹം പറയുന്നത്. 30-ൽ പരം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ബാറബ്രായ സഭാചരിത്രത്തിൽ രചിച്ചവകൾ പലതും ഇന്നും ലഭ്യമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ചരിത്ര പുസ്തകങ്ങൾ ഇന്ന് ലഭ്യമാണെന്നാണ്. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്നതെല്ലാം വളരെ വാസ്തവമായ കാര്യങ്ങളാണ്. അത് ശരിക്കും പഠിച്ച് അതിന് ഗവേഷണം നടത്തി അതിനകത്തെ പതിരും കതിരും തിരിച്ച് വിശിഷ്ടമനച്ചന്റെ ഒരു വലിയ പഠനമാണ് നമ്മൾ ഈ ചെറിയ പുസ്തകമായിട്ട് വായിക്കുന്നത്. പേർഷ്യൻ സഭ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി നേടി എന്ന് നമ്മൾ കണ്ടല്ലോ. ആദ്യ ബിഷപ്പായിരുന്ന മാറി ആദായിയുടെ ശിഷ്യനായിരുന്നു. അതിനുശേഷം അംബ്രോസിയോസ്, അബ്രാഹാം, യാക്കോബ് എന്നിവർ പിന്തുടർച്ചക്കാരായിട്ട് വരുന്നു. ആദ്യത്തെ രണ്ടുപേരും അന്ത്യോക്യയിൽ നിന്ന് സ്ഥാനം പ്രാപിച്ചു. ആഹോദബോയി യെരൂശലേമിൽ വെച്ച് വാഴിക്കപ്പെട്ട് പേർഷ്യയിലേക്ക് അയക്കപ്പെട്ടു. അതിനുശേഷമാണ് പേർഷ്യൻ സഭാധ്യക്ഷൻ പേർഷ്യയിൽ തന്നെ വാഴിക്കപ്പെട്ടാൽ മതിയെന്ന് അങ്ങനെ കിഴക്കിന്റെ വലിയ മെത്രാപ്പോലീത്ത മേലാൽ കാതോലിക്ക എന്നും അറിയപ്പെടാൻ തുടങ്ങി. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ സെലൂഷ്യ കത്തിസ്പോണാണ് കാതോലിക്കായുടെ ആസ്ഥാനം. അപ്പൊ അവിടെ ചെറിയൊരു ചരിത്രമുണ്ട്. അഹോദബോയ് എന്ന് പറയുന്ന ആള് എവിടെ അന്ത്യോക്യയിലേക്ക് സ്ഥാനം പ്രാപിക്കാനായിട്ട് പോകുന്നത് വേറൊരാളുമായിട്ടാണ്, കോമേശു എന്ന് പറയുന്ന ഒരാളുമായിട്ടാണ്. അവിടെ അദ്ദേഹത്തിന്റെ കൂടെ വന്ന കൊമേശുവിനെ ജയിലിലടക്കുകയും അദ്ദേഹത്തെ കൊല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അഹോദബോയി അവിടുന്ന് നേരെ യെരൂശലേമിലേക്ക് ഓടിപ്പോയി അവിടെ വെച്ച് അദ്ദേഹം പട്ടമേൽക്കുന്നു. ആ ചരിത്രങ്ങളൊക്കെ നിങ്ങൾ പുസ്തകത്തിൽ നിന്ന് വായിച്ചാൽ മതി. നിങ്ങൾക്കിത് ഈ ഡോക്യുമെന്റ് ഷെയർ ചെയ്യുമ്പോൾ ശരിക്കും അത് വായിച്ച് മനസ്സിലാക്കാം. അപ്പോൾ പിന്നീട് ഇപ്രകാരം തീരുമാനിച്ചു, ഇനിയും പേർഷ്യയുടെ മെത്രാപ്പോലീത്ത അല്ലെങ്കിൽ കിഴക്കിന്റെ വലിയ മെത്രാപ്പോലീത്ത പേർഷ്യൻ സഭാധ്യക്ഷൻ പേർഷ്യയിൽ തന്നെ വാഴിക്കപ്പെട്ടാൽ മതിയെന്നും അതുപോലെ തന്നെ മേലാൽ അദ്ദേഹം കാതോലിക്ക എന്ന് അറിയപ്പെടണമെന്നും തീരുമാനമായി. അപ്പോൾ പേർഷ്യൻ സാമ്രാജ്യം എവിടെയാണ് ഈ കാതോലിക്കയുടെ ആസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് സെലൂഷ്യ ഖാദിസ്പോൺ, പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ്. ക്യാപിറ്റൽ ഓഫ് ദ പേർഷ്യൻ എംപയർ അതാണ് സെലൂഷ്യ ഖാദിസ്പോൺ. അവിടെയാണ് കാതോലിക്കായുടെ ആസ്ഥാനം. ഇനിയും അതിന്റെ വൈഷമ്യങ്ങൾ എന്ന് പറഞ്ഞ് മറ്റൊരു സബ് ഹെഡിങ് അച്ഛൻ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. എന്താണ് വൈഷമ്യങ്ങൾ? പേർഷ്യയിലെ സ്വതന്ത്ര കാതോലിക്ക സ്ഥാപനം നിലവിൽ വന്നത് തന്നെ അന്ത്യോക്യയുടെയും പാശ്ചാത്യ ബിഷപ്പന്മാരുടെയും ദാക്ഷിണ്യ മനോഭാവം മൂലമായിരുന്നുവെന്ന് സ്ഥാപിക്കുവാനുള്ള ഒരു ശ്രമമുണ്ട് ആർക്ക്? ബാറബ്രായയ്ക്ക്. അപ്പം അന്ത്യോക്യയുടെ ബിഷപ്പന്മാരുടെ ദാക്ഷിണ്യമാണ് പേർഷ്യയിൽ സഭയുണ്ടാകാൻ അല്ലെങ്കിൽ സ്വതന്ത്ര കാതോലിക്കറ്റുണ്ടാകാൻ കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പാത്രിയർക്കീസിന് സഭമേൽ ആകമാന നേതൃത്വമുണ്ടെന്നും വരികിലും അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് എതിരായി ആവശ്യമായി വരുന്ന തീരുമാനങ്ങൾ മെത്രാന്മാർക്ക് ചെയ്യാവുന്നതാണ്. അത് ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്.
പാത്രികീസിന് ആഗമാന സഭയുടെ മേലൊരു ഒരു മേൽക്കൈയുണ്ട്, മേൽക്കോയ്മയല്ല, മേൽക്കൈയുണ്ട്, അല്ലെങ്കിൽ ഒരു മുൻഗണനയുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ അറിവ് കൂടാതെ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ മെത്രാന്മാരുടെ സമിതിക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. സൊല്യൂഷൻ കാതോലിക്ക സ്ഥാപനം പാത്രികീസ് അല്ല, പാശ്ചാത്യ ബിഷപ്പുമാരുടെ ആലോചനയോടെ പേർഷ്യയിലെ മെത്രാന്മാരാണ് നിലവിൽ വരുത്തിയത്. അതും ഇതിനോട് ചേർന്ന് പറയുന്നതാണ്. സൊല്യൂഷൻ കാതോലിക്കത്തിന്റെ സ്ഥാപനം അത് പാത്രികീസിന്റെ ആലോചനയോടെ അല്ല, പിന്നെ പേർഷ്യയിലെ മെത്രാന്മാരാണ് അതിൽ നിലവിൽ കൊണ്ടുവന്നതെന്നാണ്. AD 235 നടന്ന ആഹോദബോയുടെ കഥ 13ാം നൂറ്റാണ്ടിൽ ബാറബ്രായ തന്റെ സഭാചരത്തിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ അത് ഈ വിവരം അദ്ദേഹത്തിന് എവിടെ നിന്ന് ലഭിച്ചു എന്ന് വ്യക്തമാക്കുന്നില്ല. 1000-ലധികം വർഷങ്ങളുടെ ഇടവേളയുള്ളതിനാൽ ചരിത്രകാരന്മാരെല്ലാം ഈ ചോദ്യം ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ആഹോദബോയി പോയി സ്ഥാനം പ്രാപിച്ച് മടങ്ങി വന്ന കഥ അതെന്നാ നടക്കുന്നത്? 235-ലാണ്, AD 235-ലാണ്. പക്ഷെ 1000 വർഷങ്ങൾക്ക് ശേഷമാണ് ബാറബ്രായ ഈ ചരിത്രം എഴുതുന്നത്. ആ ബാറബ്രായ്ക്ക് ഈ വിവരണങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് എല്ലാ ചരിത്രകാരന്മാരും ചോദിക്കുന്നത്. 5ാം നൂറ്റാണ്ടിൽ മാത്രം പ്രയോഗരീതി ആണ് പാത്രികീസ് എന്ന സ്ഥാനനാമം എന്നതിനാൽ 3ാം നൂറ്റാണ്ടിൽ അന്ത്യോക്യ പാത്രികീസ് എന്ന് പറയുന്നിടത്ത് തന്നെ പൊരുത്തക്കേടുള്ളതായിട്ട് കാണാവുന്നതാണ്. അപ്പൊ ഈ പാത്രിയർക്കീസ് എന്ന് പറയുന്ന സ്ഥാനനാമം, ആ ഒരു ടൈറ്റില് അന്ത്യോക്യൻ പാത്രിയർക്കീസിന് ലഭിക്കുന്നത് തന്നെ 5ാം നൂറ്റാണ്ടിലാണ്. അങ്ങനെ ഉള്ളപ്പോഴ് ഈ 3ാം നൂറ്റാണ്ടിൽ ഈ സംഭവത്തിന് പാത്രിയർക്കീസിന്റെ അവിടെ സാന്നിധ്യമുള്ളതായിട്ട് പറയുന്നത് തന്നെ പൊരുത്തക്കേടാണെന്ന് കാണാവുന്നതാണ്. ആദ്യ നൂറ്റാണ്ടുകളിൽ ഒരു മെത്രാസനം മാത്രമായിരുന്നു അന്ത്യോക്യ. ചില പ്രത്യേക പരിഗണനകൾ സമ്പാദിച്ചതായും പത്മോസപ്പോസ്തലൻ ദേവാദിയോസിനെ അവിടേക്ക് ആദ്യത്തെ അധ്യക്ഷനായി നിയമിച്ചതായി പറയപ്പെടുന്നു. ആദ്യ നൂറ്റാണ്ടിൽ പാത്രിയർക്കീസ് എന്ന സ്ഥാനം നിലവിൽ ഉണ്ടായിരുന്നില്ല എങ്കിലും ശമാശൻ, വൈദികൻ, ബിഷപ്പ് എന്നിവരോട് ചേർത്ത് പാത്രിയർക്കീസ് എന്നുകൂടി പറയേണ്ടതായി ആയിരുന്നു. ഓർക്കണം. അപ്പൊ പാത്രിയർക്കീസ് എന്നുള്ള പേര് തന്നെ ഉണ്ടാകുന്നത് 5ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ ആദിമകാലം മുതൽ നമ്മൾ കാണുന്നുണ്ട് കശീശ, ശമാശൻ, കശീശ, മെത്രാൻ, ഇങ്ങനെയുള്ള 3 സ്ഥാനങ്ങൾ. അപ്പൊ ആദിമകാലം മുതൽ ഈ പാത്രിയർക്കീസ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ കൂടെ പാത്രിയർക്കീസിന് കൂടെ ചേർത്ത് 4 കാറ്റഗറി വരാൻ സാധ്യതയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഇവിടെ പറയുന്നത് അന്ത്യോക്യയ്ക്ക് ചില പ്രത്യേക പരിഗണന കിട്ടാൻ കാരണം അവിടുത്തെ ബിഷപ്പുമാര് ചില കളികൾ കളിച്ച് ആ പരിഗണന ഏറ്റുവാങ്ങിയതാണ് എന്നാണ് പറയുന്നത്. 2-3 നൂറ്റാണ്ടുകളിലെ യെരുശലേമിലെ സ്ഥിതി കൂടി അറിഞ്ഞിരിക്കണം. AD 70-ൽ നഗരവും ദേവാലയവും നശിപ്പിക്കപ്പെട്ടു. ഹേഡ്രിയൻ ചക്രവർത്തി ഈലിയ കാപ്പിറ്റോലിന എന്ന പേരിൽ സൂര്യദേവന് പ്രതിഷ്ഠിച്ച ഒരു പുതിയ പട്ടണം അവിടെ രൂപീകൃതമായി. യെരുശലേം ദേവാലയവും എല്ലാം നശിപ്പിച്ചത് AD 70-ലാണ്. അതിനുശേഷം ഈ ഹേഡ്രിയൻ രാജാവ് അവിടെ ഒരു പുതിയ പട്ടണം പണിയുന്നു. അത് സൂര്യദേവന് പ്രതിഷ്ഠിച്ച ഒരു പട്ടണമായിരുന്നു. ഈലിയ കാപ്പിറ്റോലിന എന്നാണ് ഈ പ്രതിഷ്ഠിച്ച പട്ടണത്തിന് പേരിട്ടു. അവിടെ ക്രിസ്ത്യാനികൾക്ക് താമസിക്കാമായിരുന്നെങ്കിലും യഹൂദന്മാർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു. യഹൂദന്മാരെ എല്ലാം അവിടെ നാട്ടി ഓടിച്ചു, പട്ടണം നശിപ്പിച്ചു, അവിടുത്തെ ദേവാലയം നശിപ്പിച്ചു. അതിനുശേഷം യഹൂദന്മാരെ പിന്നെ അവിടെ കയറാൻ അനുവദിച്ചില്ല. ക്രിസ്ത്യാനികൾക്ക് അവിടെ താമസിക്കാം, പക്ഷെ യഹൂദന്മാർക്ക് അവിടെ പ്രവേശനം നിഷേധിച്ചിരുന്നു. 4ാം നൂറ്റാണ്ട് വരെ നഗരത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയിരുന്നു. അന്ന് കൈസറിയ ആയിരുന്നു പ്രധാന നഗരം. ഈ അവസ്ഥയിലുള്ള യെരുശലേമിൽ ആഹോദബോയി വാഴ്ച പ്രാപിച്ചുവെന്നും
ബാരബ്രായ പറയുന്ന പ്രസ്താവന പരിശോധിക്കേണ്ടതാണ്. അവിടെയും പൊരുത്തക്കേടുണ്ടെന്നാണ് പറയുന്നത്. യാഹ്വദ് ബൂയി യെരൂശലേമിൽ പോയി പട്ടമേറ്റു എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ അവിടെ ഒരു സഭയുണ്ടായിരുന്നോ, അല്ലെങ്കിൽ അവിടെ മെത്രാന്മാരുണ്ടായിരുന്നോ, അതിന് അനുകൂലമായ ഒരു കാലഘട്ടമായിരുന്നു അതെന്നാണ് ചോദ്യം. കാരണം ഈ ഹേഡ്രിയൻ രാജാവിന്റെ കാലം മുതൽ 4-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം, അതായത് കുസ്തന്തീനോസിന്റെ കാലം വരുന്ന വരെയും അവിടെ സൂര്യദേവന്റെ ആരാധനയും അങ്ങനെയുള്ള ഒരു സംസ്കാര രീതിയായിരുന്നു നിലവിലിരുന്നത്. അപ്പൊ ഈ ബാരബ്രായയുടെ കണ്ടെത്തലുകളിലുള്ള വൈഷമ്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. മാർ യാക്കോബ് എന്ന സെലൂഷ്യൻ സഭാധ്യക്ഷൻ യാഹ്വദ് ബൂയിയെയും കോം യേശുവിനെയും അന്ത്യോക്യയിലേക്ക് അയച്ചതും അവരിൽ ഒരാളെ തിരഞ്ഞെടുക്കുവാൻ പാത്രിയർക്കീസിന് അവകാശം വിട്ടുകൊടുത്തു എന്ന് പറയുന്നതിന്റെ പൊരുത്തക്കേടുകൾ ഇവിടെ കാണാം. അപ്പൊ ബാരബ്രായ പറയുന്നത് പലതും പൊരുത്തക്കേടാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. യാക്കോബ് തന്നെ യെരൂശലേമിൽ നിന്ന് സ്ഥാനം പ്രാപിച്ച ആളാണ്. 4-ാം നൂറ്റാണ്ടിൽ നടന്ന നിഖ്യാ സുന്നഹദോസ് അന്ത്യോക്യയുടെ അധികാരപരിധി നിശ്ചയിച്ചു എന്ന് അറബി കാനോൻ ചരിത്രം സമ്മതിച്ചാൽ തന്നെയും അതിനും 1 നൂറ്റാണ്ട് മുമ്പ് നടന്ന ഈ സംഭവം എങ്ങനെ ഇതിന്റെ പരിധിയിൽ വരും എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അപ്പം നിഖ്യാ സുന്നഹദോസിന്റെ നിശ്ചയപ്രകാരം അന്ത്യോക്യയുടെ അധികാരപരിധി നിശ്ചയിച്ചു എന്ന് സമ്മതിച്ചാൽ പോലും അതിനും 1 നൂറ്റാണ്ട് മുമ്പ് നടന്ന ഈ സംഭവം എങ്ങനെയാണ് ഇതിന്റെ പരിധിയിൽ വരുന്നത്? കാരണം അന്ത്യോക്യൻ ബിഷപ്പ് അല്ലെങ്കിൽ അന്ത്യോക്യൻ പാത്രിയർക്കീസ്, അന്ന് പാത്രിയർക്കീസ് ഇല്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ അന്ന് ഈ രീതിയിൽ ഒരു സ്ഥാനം പ്രാപിക്കാൻ യെരൂശലേമിലേക്ക് വിട്ടു എന്ന് പറയുന്നതിനകത്ത് ഉള്ള പൊരുത്തക്കേടാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. 7-ാം നൂറ്റാണ്ടിൽ പോലും അന്ത്യോക്യൻ സഭാധ്യക്ഷന്മാർ മേൽപ്പെട്ട സ്ഥാനങ്ങൾ നൽകിയിരുന്നില്ല എന്ന് മീഖായേൽ പാത്രിയർക്കീസും ബാരബ്രായയും പ്രതിപാദിക്കുന്നുണ്ട്. ഇപ്പൊ ഇത് തിരിച്ചും മറിച്ചും ഇവര് പറയുന്നുണ്ട്. ഇവിടെ എല്ലാം കാണുന്ന വൈരുദ്ധ്യങ്ങൾ മൂലം ബാരബ്രായയുടെ ചരിത്രം വെറും ഐതിഹ്യമായി തള്ളിക്കളയുകയാണ് വേണ്ടത് എന്ന് ഈ പുസ്തകത്തിന്റെ അങ്ങനെയാണ് ഈ പാഠം അവസാനിക്കുന്നത്. അപ്പോൾ ബാരബ്രായയുടെ ചരിത്രം വെച്ചുകൊണ്ട് നമുക്ക് പേർഷ്യൻ സഭയുടെ തുടക്കമോ അതിന്റെ വളർച്ചയോ അതിൽ സഭാധ്യക്ഷന്മാരായിട്ട് വന്ന മെത്രാന്മാരെ കുറിച്ചോ ഉള്ള യഥാർത്ഥമായ വിവരം കിട്ടുകയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ യൂണിറ്റ് 2-ലെ 1-ാം പാഠം അവസാനിക്കുകയാണ്. ഇത് വെറും ഒരു ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ദയവായിട്ട് ഇത് വായിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ ചരിത്രം മനസ്സിലാകുകയുള്ളൂ. നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പിടി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഔട്ട്ലൈൻ പറഞ്ഞു പോകുന്നത്. ഇതിൽ കൂടുതൽ നമുക്ക് എടുക്കാൻ സമയമില്ല. ഒരു 20 മിനിറ്റ്സിൽ കൂടുതൽ ഒരു പാഠത്തെ കുറിച്ച് പറയാൻ സമയമില്ല. അതുകൊണ്ട് ദയവായിട്ടുള്ളവർ സഹകരിക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ കേട്ടതായിട്ടുള്ള പാഠത്തെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എല്ലാ ക്വസ്റ്റ്യനും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് കൂട്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ അടുത്ത പാഠത്തിലേക്ക് പോകാം. യൂണിറ്റ് 2 പാഠം 2. ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലെന്ന് ഞാൻ വിചാരിക്കും. ഒരു മിനിറ്റ്, അതിനകത്തില് ഒരു കോമേശു എന്ന് പറയുന്നത് അതെന്തുവാ? അത് കോമേശു എന്ന് പറയുന്ന ഒരാളുടെ പേരാണ്. കോമേശുവും യാഹ്വദ് ബൂയി അങ്ങനെ 2 പേരെയാണ് പട്ടമേൽക്കാനായിട്ട് സെലൂഷ്യയിൽ നിന്ന് അന്ത്യോക്യയിലേക്ക് അയച്ചതെന്നാ പറയുന്നത്. അവിടെ ചെന്നപ്പോൾ അവിടെ ഉണ്ടായ ഒരു പ്രത്യേക സാഹചര്യത്തില് കോമേശു കൊല്ലപ്പെടുക. അവിടെ അദ്ദേഹത്തെ ഒരു ചാരനായിട്ട് കണ്ട് തടവിലാക്കുകയും അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്യുന്നു. ഈ കോമേശുവിന്റെ കൂടെ പോയ യാഹ്വദ് ബൂയിയാണ് യെരൂശലേമിൽ പോയി പട്ടമേറ്റ് മെത്രാനായി സെലൂഷ്യയിൽ, അതായത് പേർഷ്യയിൽ തിരിച്ചു വന്നതെന്നാണ് പറയുന്നത്. അതെല്ലാം ബാരബ്രായയുടെ ചരിത്രമാണ്. മനസ്സിലായല്ലോ അല്ലേ? കോമേശ്വർ ഒരു ആളുടെ പേരെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം അടുത്ത പാഠം യൂണിറ്റ് 2 പാഠം 2 പേർഷ്യൻ രേഖകൾ എന്ത് പറയുന്നു. അപ്പൊ നമ്മുടെ ഈ 2ാമത്തെ യൂണിറ്റിന്റെ പേരെന്തായിരുന്നു? 6 മുതൽ 16 വരെയുള്ള നൂറ്റാണ്ടിലെ ചരിത്രം. അതാണ് നമ്മുടെ 2ാമത്തെ യൂണിറ്റ്. അതിന്റെ ഒരു ഭാഗം നമ്മൾ കണ്ടു, 1-ാം പാഠം കണ്ടു. രണ്ടാമത്തെ പാഠമാണ് പേർഷ്യൻ രേഖകൾ എന്ന് പറയുന്നത്. പ്രാരംഭം.
പേർഷ്യൻ സഭയുടെ ആരംഭവും അവിടുത്തെ കാതോലിക്ക സ്ഥാപനവും എന്ന വിഷയം ഈ പാഠത്തിൽ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. പേർഷ്യൻ സഭയുടെ ആരംഭവും അവിടുത്തെ കാതോലിക്ക സ്ഥാപനവും 4-ാം നൂറ്റാണ്ടിൽ സാപ്പോർ രണ്ടാമന്റെ പീഡയുടെ കാലഘട്ടമായിരുന്നതിനാൽ സഭാചരിത്രത്തിൽ വളരെ ഇരുൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ 5-ാം നൂറ്റാണ്ടായപ്പോഴേക്കും സഭയിൽ വളർച്ച ആരംഭിച്ചു. അന്ത്യോക്യൻ സഭയുടെ സ്വാധീനത്തിൽ കൊണ്ടുവരുവാൻ ശ്രമം നടന്നുവെങ്കിലും ഈ സഭ അതിനെ ചെറുത്ത് സ്വതന്ത്ര നിലപാട് ആദ്യം മുതൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പേർഷ്യയിലെ സഭയെ കുറിച്ചാണ് പറയുന്നത്. 4-ാം നൂറ്റാണ്ടിലുണ്ടായ സാപ്പോർ രണ്ടാമന്റെ കാലഘട്ടത്തിലെ അതിക്രൂരമായ പീഡയുടെ കാലം സഭയുടെ വളർച്ച മുരടിച്ച ഒരു കാലമാണ്. അതിനുശേഷം 5-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോഴേക്കും സഭ വളരുവാൻ തുടങ്ങി. പക്ഷെ അന്ത്യോക്യൻ സഭയുടെ സ്വാധീനത്തിൽ കൊണ്ടുവരാൻ പലപ്പോഴും അന്ത്യോക്യൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെയും ചെറുത്തു നിന്നുകൊണ്ട് സഭയുടെ സ്വാതന്ത്ര്യം നിലനിർത്തിയ ഒരു സഭയാണ് പേർഷ്യൻ സഭ. അത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചരിത്രവുമായിട്ട് വളരെയേറെ സാമ്യമുള്ള ഒരു ചരിത്രമാണ്. അടുത്തത് സെലൂഷ്യൻ സഭയുടെ പൂർവ്വചരിത്രം. AD 79-നും 116-നും ഇടയിൽ മാറി, ബിഷപ്പിന്റെ പേരാണ് മാറി, സെലൂഷ്യയിൽ സുവിശേഷം അറിയിച്ചത്. അദ്ദേഹത്തിന് ശേഷം പിൻഗാമികളായി വന്നുവെന്ന് ബാരബ്രായ കൊടുത്തിരിക്കുന്ന വിവരണം വിശ്വസനീയമല്ല. മാറിക്ക് ശേഷം 3-ാം നൂറ്റാണ്ടിൽ പട്ടക്കാരും ബിഷപ്പും ഉണ്ടായിരുന്നതായി യങ്, വിഗ്രാം എന്നീ ചരിത്രകാരന്മാർ സമ്മതിക്കുന്നുണ്ട്. ബാരബ്രായയും വിവരണമനുസരിച്ച് ആഹോദബോയ്ക്ക് ശേഷം ശഹലൂപ്പ ആദ്യ കാതോലിക്ക ആയി കാണിക്കുന്നു. എന്നാൽ പേർഷ്യൻ രേഖകൾ പ്രകാരം ശഹലൂപ്പായ്ക്ക് ശേഷം ആഹോദബോയി സഭയെ നയിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ചരിത്രപരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്, പൊരുത്തക്കേടുകളുണ്ട് എന്നുള്ളതാണ് കാണേണ്ടതായിട്ടുള്ളത്. അതിനുശേഷം പണ്ഡിതനായ പാപ്പ സ്ഥാനമേറ്റു. 3-ാം നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോഴേക്കും പേർഷ്യയുടെ തലസ്ഥാനമായ സെലൂഷ്യയിൽ ഒരു ബിഷപ്പ് അവരോധിതനായി എന്ന് വിശ്വസിക്കുക. പാപ്പ എന്ന് പറയുന്നതും ഒരു പേർഷ്യയിലെ ഒരു മെത്രാന്റെ അല്ലെങ്കിൽ പേർഷ്യൻ കാതോലിക്കായുടെ പേരാണ്. നമ്മളിപ്പോ റോമൻ പാപ്പ എന്ന് പറയുന്ന പോലെ അല്ല, ഇത് ഒരു സ്ഥാനനാമമല്ല, ഒരു പേരാണ്. കാതോലിക്ക സ്ഥാപനം. പാപ്പ പേർഷ്യൻ സഭയുടെ ആകമാന നേതൃത്വം പ്രാവർത്തികമാക്കുവാൻ ആഗ്രഹിച്ചതാണ് അവിടുത്തെ കാതോലിക്ക സ്ഥാപനത്തിന്റെ ആരംഭം. അപ്പൊ പാപ്പായുടെ കാലത്താണ് പേർഷ്യൻ സഭയുടെ ആകമാന നേതൃത്വം അവിടെ നിലവിൽ വരുന്നത്. അതിനുണ്ടായ സാഹചര്യം, അന്നത്തെ സസാനിയൻ രാജാവ് ക്രിസ്തീയ വിശ്വാസത്തിന് രാജ്യത്ത് 2-ാം സ്ഥാനം നൽകി. അതുകൊണ്ടാണ് അത് സഭയുടെ നിയമാധിഷ്ഠിതമായ നിലനിൽപ്പിന് സഹായകമായി. സഭയ്ക്ക് ഗവൺമെന്റുമായി ബന്ധം പുലർത്തുവാൻ ഒരു തലവൻ ഉണ്ടാകേണ്ടത് ആവശ്യമായി വന്നു. ഈ സസാനിയൻ രാജാവിന്റെ കാലം നമ്മൾ നേരത്തെ കണ്ടല്ലോ. ക്രിസ്ത്യാനികൾക്ക് വളരെയേറെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ഗവൺമെന്റ് അന്ന് രാജ്യത്തെ 2ാമത്തെ മതമായിട്ട് ക്രിസ്ത്യാനിറ്റിയെ അംഗീകരിച്ചിരുന്നു. അപ്പോൾ സഭയും സ്റ്റേറ്റുമായിട്ടുള്ള ചർച്ച് ആൻഡ് സ്റ്റേറ്റുമായിട്ട് എപ്പോഴും ബന്ധം പുലർത്തുവാനായിട്ട് ഒരു സഭാ നേതാവിന്റെ ആവശ്യം വന്നു. അതുകൊണ്ട് സഭയുടെ തലവൻ ഉണ്ടാകേണ്ടത് ഒരു അത്യന്താപേക്ഷിതമായ ആവശ്യമായി. അങ്ങനെയാണ് അവിടെ ഒരു കാതോലിക്കേറ്റ് ഉണ്ടാകാൻ കാരണം. റോമ സാമ്രാജ്യത്തിലെ പ്രധാന നഗരങ്ങളായ റോം, അലക്സാണ്ട്രിയ, അന്ത്യോക്യ എന്നിവിടങ്ങളിലെ മെത്രാന്മാർ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ സ്വാധീനം ചെലുത്തുവാനും അധികാരത്തിൽ മുൻഗണന പിടിച്ചെടുക്കുവാനും ശ്രമം തുടങ്ങിയിരുന്നു. ഇത് മനസ്സിലാക്കിയ പാപ്പ പേർഷ്യൻ സഭയുടെ ആകമാന നേതൃത്വം സ്വായത്തമാക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പൊ അലക്സാണ്ട്രിയയിലെയും അന്ത്യോക്യയിലെയും മെത്രാന്മാര് അതിന് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിലൊക്കെ അവരുടെ സ്വാധീനം ഉറപ്പിക്കുവാനായിട്ട് ശ്രമിച്ച സമയത്താണ് പാപ്പ അദ്ദേഹവും പേർഷ്യൻ സഭയുടെ ആകമാന നേതൃത്വം സ്വന്തമാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം അത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മത്സരം കൂടിയാണ് എന്ന് ചിന്തിക്കാവുന്നതാണ്. എന്നാൽ പേർഷ്യയിൽ തന്നെ ചില ബിഷപ്പന്മാരും വൈദികരും പാപ്പായുടെ ആർച്ച് ഡീക്കൻ സൈമൺ ബർസാബോയെ ഉൾപ്പെടെ പലരും പാപ്പായെ എതിർത്തതായിട്ടും കാണാം. പാപ്പ
കത്തുകളിലൂടെ പാശ്ചാത്യ സഭയിലെ ചില പ്രധാനികളിൽ നിന്ന് അനുകൂല നിലപാട് നേടിയെടുത്തു. അവരിൽ ലിസിബിയനിലെ യാക്കോബ്, അപ്രേം ഷമാശൻ, അപ്രേം നമുക്കറിയാം പാട്ടുകൾ എഴുതിയ അപ്രേമാണ്, ഉറഹായിലെ സഹദ എന്നിവരായിരുന്നു. അങ്ങനെ പിന്തുടർച്ചാവകാശം നൽകാമെന്നുള്ള ഉറപ്പിൽ രമ്യതപ്പെടുകയും സൈമണെ സെലൂഷ്യയുടെ ബിഷപ്പായി തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പാപ്പായുടെ കാലത്ത് അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ഗ്രൂപ്പിസം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പാപ്പ മറ്റ് പല സ്ഥലങ്ങളിലെയും പ്രധാനപ്പെട്ട ആളുകളിൽ നിന്ന് അനുകൂലമായിട്ടുള്ള കത്തുകളും മറ്റും നേടിയെടുത്തു. ഒരു കണ്ടീഷനിൽ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുകയാണ്. എന്താ കണ്ടീഷൻ? ഈ പാപ്പായുടെ ആർച്ച് ഡീക്കനായിരുന്ന സൈമൺ ബർസാബോ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തെ അടുത്ത പിൻഗാമിയായിട്ട് എടുക്കാമെന്നുള്ള ഒരു ഉടമ്പടിയിൽ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കും. അങ്ങനെ അദ്ദേഹം സൈമൺ ബർസാബോ പാപ്പായ്ക്ക് ശേഷം സെലൂഷ്യയുടെ ബിഷപ്പായിട്ട് മാറുന്നു. സൈമൺ ബർസാബോയുടെ കാലത്താണ് സാപ്പോർ രണ്ടാമൻ മതപീഠനം നടത്തിയത്. അതായത് 309 മുതൽ 379 വരെ, 309 to 379 സാപ്പോർ രണ്ടാമൻ. ഈ കാലത്ത് റോമിൽ കുസ്തന്തീനോസ് വാണിരുന്നു. കുസ്തന്തീനോസിന്റെ കാലമാണ് റോമിൽ. അദ്ദേഹം സൈമണ് കത്തെഴുതി ക്രിസ്ത്യാനികളെ അനുഭാവപൂർവ്വം വീക്ഷിക്കുവാൻ അപേക്ഷിച്ചു. അത് റോമിനോട് താല്പര്യമില്ലാതിരുന്ന സൈമൺ നിരാകരിച്ചു എന്ന് വേണം പറയാൻ. അപ്പം ഈ കുസ്തന്തീനോസ് രാജാവ് സാപ്പോറിന് കത്തെഴുതുന്നുണ്ട്, അവിടെയുള്ള ക്രിസ്ത്യാനികളെ അനുഭാവത്തോടെ വേണം കാണാനെന്ന്. പക്ഷേ ഈ സൈമൺ ബർസാബോയ്ക്ക് കുസ്തന്തീനോസിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ റോമിനോട് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് സൈമൺ ഈ ശുപാർശ നിരസിക്കുകയാണ് ചെയ്തത്. കുസ്തന്തീനോസ് 337 മരിച്ചുപോയി. 337. 339 മുതൽ 379 വരെ സാപ്പോർ രണ്ടാമന്റെ നേതൃത്വത്തിൽ പേർഷ്യൻ റോമൻ സംഘടനത്തിന്റെ കാലമായി. ക്രിസ്ത്യാനികളെ അതിക്രൂരമായി പീഡിപ്പിച്ചു എന്ന് 3 കാതോലിക്കമാരും ബിഷപ്പുമാരും വൈദികരും ഉൾപ്പെടെ 16,000 ആളുകൾ, 16,000 അൽമായരും കൊല്ലപ്പെട്ടു. അത് ഔദ്യോഗികമായിട്ടുള്ള കണക്കാണ്. അതിൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സാപ്പോർ രണ്ടാമന്റെ കാലം 339 to 379, ആ കാലത്താണ് 3 കാതോലിക്കമാരെയും അനേക ബിഷപ്പുമാരെയും പട്ടക്കാരെയും 16,000-ലധികം അൽമായരെയും കൊല്ലുന്നത്. അന്ത്യോക്യയിൽ നിന്നും അടിമകളായി പേർഷ്യയിൽ കൊണ്ടുവരപ്പെട്ട ജനങ്ങളുടെ പിൻതലമുറക്കാരാണ് പേർഷ്യൻ സഭയ്ക്ക് അന്ത്യോക്യയുമായിട്ട് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഈ പീഡന കാലത്ത് അനേകം ആളുകളെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അവർ വന്നു കഴിഞ്ഞാണ് പേർഷ്യയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അന്ത്യോക്യയിൽ നിന്ന് പേർഷ്യയിൽ കൊണ്ടുവന്നത്. ആ പേർഷ്യയിൽ കൊണ്ടുവന്ന ആളുകൾ പിന്നീട് അവരുടെ പിൻതലമുറക്കാരായപ്പോഴേക്കും അവർ പറയാൻ തുടങ്ങി, ഞങ്ങള് അന്ത്യോക്യക്കാരാണ്, ഞങ്ങളുടെ കീഴിലായിരുന്നു പേർഷ്യ എന്നൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ബന്ധം ഉണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം വരുന്നത്. പക്ഷെ അതിനകത്ത് യാതൊരു വാസ്തവവും ഇല്ല എന്ന് കാണുന്നു. സാപ്പോർ 379 മരിച്ചതിന് ശേഷം സഭയ്ക്ക് സ്വസ്ഥതയുണ്ടായി. എന്നാൽ 20 വർഷം സഭയിൽ കാതോലിക്ക സ്ഥാനം ശൂന്യമായി കിടന്നു. അതിനുശേഷം വീണ്ടും കാതോലിക്കമാർ സഭയെ നയിച്ചു. ഏതാണ്ട് 400 വരെയുള്ള കാലഘട്ടം കാതോലിക്കമാരില്ലാതിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് വന്ന ഭരണാധിപൻ റോമ സാമ്രാജ്യവുമായി സുഹൃത് ബന്ധം സ്ഥാപിച്ചു. റോമിന്റെ അർക്കാദിയോസും അതിനുശേഷം വന്ന തെവോദോസ്യോസ് രണ്ടാമൻ റോമ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിമാരായി തീർന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേക ദൂതനായി മിയാഫർക്കത്തിലെ ബിഷപ്പായിരുന്ന മോറൂസോയെ 409 നിയോഗിച്ചു. അദ്ദേഹത്തിന്റെ ശ്രമഫലമായി 410 പേർഷ്യൻ സഭയുടെ ഒരു സുന്നഹദോസ് സെലൂഷ്യയിൽ വെച്ച് നടന്നു. അപ്പൊ ആ കാലഘട്ടത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മോറൂസോയുടെ താനൊരു ബിഷപ്പൻ എന്നുള്ള നിലയിൽ ചെയ്ത സഹായങ്ങളുടെ വെളിച്ചത്തിൽ അവിടുത്തെ ഭരണാധിപനായിരുന്ന ഇസ്തുഗാർദിന്റെയും
പ്രീതി സമ്പാദിക്കുകയും അതിലൂടെ സഭയുടെ വളർച്ചയ്ക്കും ഭരണപരമായ ക്രമീകരണങ്ങൾക്കും ഉതകുന്ന വിധത്തിൽ പേർഷ്യൻ സഭയുടെ സുന്നകദോസ് ഭരണാധിപന്റെ ഒത്താശയോട് ചെയ്യുവാൻ സാധിക്കും. അപ്പം ഈ മോറോസോ എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു, അല്ലെങ്കിൽ ഒരു വൈദ്യനായിരുന്നു. അദ്ദേഹം ഈ ഇസ്തുഗർദിന് ഉണ്ടായിരുന്ന തലവേദന സുഖപ്പെടുത്തി അങ്ങനെ ഒരു പ്രീതി സമ്പാദിച്ച് അനുകൂലമായ ഒരു നിലപാടുണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ സഹായത്തോടെ അവിടെ ഒരു സുന്നകദോസ് കൂടുകയും സഭയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുകയും അങ്ങനെ പേർഷ്യൻ സഭ 4-ാം നൂറ്റാണ്ടിൽ അതുതന്നെ 5-ാം നൂറ്റാണ്ടായപ്പോഴേക്കും വളർച്ചയിലേക്ക് കടക്കുകയാണ്. അപ്പൊ 4-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം പീഡയുടെ കാലമായിരുന്നു. മോറൂസോയുടെ കാലം വന്നപ്പോഴേക്കും 5-ാം നൂറ്റാണ്ടായപ്പോഴേക്കും സഭ വളർച്ച പ്രാപിക്കാനായിട്ട് തുടങ്ങി. അതിനുശേഷം ഇസഹാക്ക് കാതോലിക്കായുടെ അധ്യക്ഷതയിൽ കൂടിയ സുന്നകദോസിൽ 40 ബിഷപ്പുമാർ സംബന്ധിച്ചു നിത്യാവിശ്വാസ പ്രമാണവും ഭരണപരമായ പല നിശ്ചയങ്ങളും സുന്നകദോസ് അംഗീകരിച്ചു. ഓർക്കണം, അന്നത്തെ കാലത്ത് 40 ബിഷപ്പുമാരുണ്ടായിരുന്ന രീതിയിൽ ആ സഭ വളർന്നു എന്നുള്ളതാണ്. അന്നാണ്, അതായത് ഈ 5-ാം നൂറ്റാണ്ടിലാണ് നിക്യാ സുന്നകദോസിന്റെ തീരുമാനങ്ങൾ, നിത്യവിശ്വാസ പ്രമാണം ഒക്കെ പേർഷ്യൻ സഭ അംഗീകരിക്കുന്നത്. കാതോലിക്കായുടെ നാമനിർദ്ദേശം ഭരണാധിപന് വിട്ടുകൊടുത്തു. തന്മൂലം പേർഷ്യൻ സഭ ഔദ്യോഗികമായ അംഗീകാരം നേടിയിട്ടുണ്ട്. ഇന്നത്തെ പിതാക്കന്മാരുടെ വളരെ ദൈവികമായിട്ടുള്ള ദർശനമാണ് അന്നത്തെ ഭരണാധിപന്മാർക്ക് കാതോലിക്കായെ തിരഞ്ഞെടുക്കുവാനുള്ള അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യാനുള്ള ഒരു അവകാശം വിട്ടുകൊടുത്തുകൊണ്ട് അങ്ങനെ സഭയ്ക്ക് സാമ്രാജ്യത്തിനുള്ളിൽ ഒരു സ്വാധീനവും സ്ഥാനവും ഒരു പ്രത്യേക പദവിയും നേടിയെടുക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ സഭയുടെ വളർച്ചയാണ് ഇവിടെ കാണുന്നത്. മോറൂസോ പേർഷ്യൻ സഭയുടെ സഹകരണം നേടുവാൻ 5 പാശ്ചാത്യ ബിഷപ്പുമാരുടെ കത്തുകളുമായാണ് വന്നത്. അതിലൊരാൾ അന്ത്യോക്യൻ കാതോലിക്കോസ് പോർഫീറിയോസിൻ്റെതായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ അന്ന് അന്ത്യോക്യയിൽ സഭാധ്യക്ഷന് കാതോലിക്കോസ് എന്ന പേരുണ്ടായിരുന്നില്ല. പകരം സെലൂഷ്യയിലെ കാതോലിക്കായ്ക്ക് തുല്യനാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി എഴുതിയ കത്തായിരിക്കാമെന്നാണ് പറയുന്നത്. എന്നാൽ ആ കത്തുകളിൽ അങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നതായി സൂചനയില്ല. ഇതെല്ലാം ഭാരപ്രായ പറയുന്നതിനകത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കാതോലിക്കോസ് എന്നുള്ളൊരു പേര് അന്ന് അന്ത്യോക്യയിൽ ഇല്ലായിരുന്നു. എന്നാൽ അന്ത്യോക്യയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പേർഷ്യയിലെ കാതോലിക്കായ്ക്ക് തുല്യമാണ് അവിടുത്തെ ഭരണാധിപൻ അല്ലെങ്കിൽ സഭയുടെ തലവൻ എന്ന് കാണിക്കുവാൻ വേണ്ടി ചമച്ചതായിരിക്കാം ഈ കത്തെന്നാണ് സൂചന. കാതോലിക്ക അഥവാ കാതോലിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിന് പൊതുവിന്റെ ആൾ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ പൊതുവിന്റെ ആള്. പാത്രിയാർക്കീസ് എന്ന് പറഞ്ഞാൽ പ്രധാന പിതാവ് എന്നാണ് അർത്ഥം. പാത്രിയാർക്കീസ് എന്നത് 5-ാം നൂറ്റാണ്ട് മുതൽ റോമ സാമ്രാജ്യത്തിലും കാതോലിക്ക എന്നത് 4-ാം നൂറ്റാണ്ട് മുതൽ പേർഷ്യയിലും അർമേനിയയിലും പ്രാബല്യത്തിൽ വന്നിരുന്നു. അപ്പോൾ അന്ത്യോക്യയിൽ പാത്രിയാർക്കീസ് എന്നുള്ള പേര് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പേർഷ്യയിൽ കാതോലിക്ക എന്നുള്ള പേര് പ്രാബല്യത്തിൽ വന്നു എന്നാണ് നമ്മളിവിടെ കണ്ടത്. ചെറിയ 2 കാര്യങ്ങൾ അതിനകത്തുണ്ട്, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഈ കാതോലിക്കോസ് എന്നും ഉള്ള പേരിന് മറ്റൊരർത്ഥം പട്ടണത്തിലെ കാതോലിക്കായുടെ പേർഷ്യൻ രേഖയിൽ കാണുന്നുണ്ടെങ്കിൽ സാമ്രാജ്യത്തിൽ പ്രചരിച്ചിരുന്ന പദമായിരുന്ന കാതോലിക്ക റോമാ സാമ്രാജ്യത്തിൽ പണത്തിന്റെ ചുമതല വഹിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് വിഗ്രാം അഭിപ്രായപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഏതോ ഒരു കുറഞ്ഞ ഒരു പേരെന്നുള്ള നിലയിൽ അത് സഭാതലവന് കൊടുക്കുവാനെന്ന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ കാതോലിക്കസ് എന്നുള്ള പേര് അന്ത്യോക്യയിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ കാരണം. അടുത്തത് അന്ത്യോക്യൻ സഭയുടെ യത്നങ്ങളാണ്. 410 നടന്ന പേർഷ്യൻ സുന്നകദോസ് സഭയുടെ സ്വകീയ വ്യക്തിത്വം പ്രാവർത്തികമാക്കി. പേർഷ്യൻ സുന്നകദോസ് നമ്മൾ നേരത്തെ കണ്ടല്ലോ. മോറൂസോ എന്ന് പറയുന്ന പിതാവ് 410 സുന്നകദോസ് വിളിച്ചു കൂട്ടി സഭാ രാഷ്ട്രത്തലവന്റെ അംഗീകാരത്തോടെ ഒത്താശയോടെ സുന്നകദോസ് വിളിച്ചു കൂട്ടുന്നതായിട്ട്. ഈ നൂറ്റാണ്ടിൽ തന്നെയാണ് ചില വേദശാസ്ത്രപരമായ സുപ്രധാന തീരുമാനങ്ങൾ സ്വീകരിച്ചത്. അറിയോസ് മുതലായവരുടെ വിശ്വാസ വിപരീതങ്ങൾ നിരാകരിച്ചത് ഈ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ തന്നെ ഈജിപ്തിൽ വളർച്ച പ്രാപിച്ച സന്യാസ പ്രസ്ഥാനം പേർഷ്യയിലും തുടക്കം കുറിച്ചു. എന്നാൽ പേർഷ്യയിലെ പൂർവ്വമതം സന്യാസ ജീവിതത്തിന്
അല്ലെങ്കിൽ ബ്രഹ്മചര്യത്തിന് എതിരായിരുന്നു എന്നതാണ്. റോമാ സാമ്രാജ്യത്തിലെ പൗരസ്ത്യ സഭയിൽ സന്യാസ ദർശനവും ബ്രഹ്മചര്യവും കുടുംബജീവിതത്തെക്കാൾ ശ്രേഷ്ഠവും ആധ്യാത്മികമായി മേന്മയുള്ളതെന്ന് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. ഈ ആദർശങ്ങളെ ഔദ്യോഗികമാക്കി തീർക്കാൻ ചില പ്രാദേശിക സുനോദോസുകൾ കൂടുകയുണ്ടായി. 341 അന്ത്യോക്യയിൽ കൂടിയ സുനോദോസും ഇതിന്റെ ഭാഗമായിരുന്നു എന്നതാണ്. അപ്പോൾ ഈ പേർഷ്യൻ സഭ ഒരിക്കലും സന്യാസത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നില്ല. എത്യോപ്യയിലാണ് ഈ സന്യാസത്തിന്റെ തുടക്കം. അപ്പം ഈ കുടുംബസ്ഥരെക്കാളും എന്തോ അല്പം കൂടിയ ഒരു പദവി അല്ലെങ്കിൽ സ്ഥാനമാണ് സന്യസ്തർക്കെന്നുള്ള ഒരു പഠനം അന്ന് ഉണ്ടാകുന്നു. എന്നാൽ അത് എല്ലാ സഭകളും അംഗീകരിച്ചില്ല. 420 കൂടിയ യാബാലോഹോ കാതോലിക്കായുടെ അധ്യക്ഷതയിലുള്ള സുന്നോദോസിൽ റോമൻ ചക്രവർത്തിയുടെ ഒരു പ്രതിനിധി ആയ ഒരു മെത്രാൻ സംബന്ധിച്ചു. മേൽപ്പറഞ്ഞ സുന്നോദോസുകളിലെ നിശ്ചയങ്ങൾ അക്കാക്കിയോസ് എന്ന ഈ മെത്രാൻ സുന്നോദോസിനെ കൊണ്ട് അംഗീകരിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ സന്യാസമൊക്കെ അംഗീകരിക്കാൻ കാരണം. എന്നാൽ അതിനർത്ഥം അന്ത്യോക്യയുടെ അധീശത്വം പേർഷ്യൻ സഭ അംഗീകരിച്ചു എന്നല്ല. എന്നാൽ അന്ത്യോക്യൻ ജീവിത രീതി അംഗീകരിക്കുന്ന ഒരു സമൂഹമാക്കി തീർക്കുവാനുള്ള ശ്രമം മാത്രമായിരുന്നു 420 നടന്നത്. അപ്പൊ സഭയുടെ അധീശത്വമെന്നോ അല്ലെങ്കിൽ സഭാ തലവന്റെ ഭരണ എന്താ പറയുന്നത് പേർഷ്യൻ സഭയുടെ മേളിന്റെ നേതൃത്വമെന്നോ അതിന് അർത്ഥമില്ല. അന്ത്യോക്യൻ ജീവിത രീതി. ഇപ്പൊ നമ്മള് അന്ത്യോക്യയുടെ അല്ലെങ്കിൽ ആരാധന ഭാഷ സുറിയാനി നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ സിറിയയുമായിട്ട് വല്ല ബന്ധമുണ്ടോ, അല്ലെങ്കിൽ സിറിയൻ സംസ്കാരവുമായിട്ട് നമുക്ക് ബന്ധമുണ്ടോ? ഒന്നുമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. 424 ദദ്ദേശു കാതോലിക്കായുടെ അധ്യക്ഷതയിൽ 36 മെത്രാന്മാർ സംബന്ധിച്ച സുന്നോദോസ് നടക്കുന്ന സമയത്തും അക്കാക്കിയോസ് മെത്രാൻ സ്ഥലത്തുണ്ടായിരുന്നിട്ടും അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നില്ല. പേർഷ്യൻ സഭയുടെ സ്വാതന്ത്ര്യം ദൃഢതരമാക്കി വെളിപ്പെടുത്തിയ ഒരു സംഭവം കൂടിയായിരുന്നു. ഈ അക്കാക്കിയോസ് ആദ്യത്തെ സുന്നോദോസിൽ സംബന്ധിച്ചു. പക്ഷെ രണ്ടാമത്തെ സുന്നോദോസ് 424 വരുമ്പോൾ ഇദ്ദേഹം അവിടെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തെ അതിനകത്ത് ക്ഷണിക്കുന്നില്ല. അതിലൂടെ പേർഷ്യൻ സഭ സ്വതന്ത്ര സഭയാണെന്ന് വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. അതേ സുന്നോദോസിൽ കൈക്കൊണ്ട മറ്റൊരു സുപ്രധാന തീരുമാനം കാതോലിക്കായ്ക്കെതിരായി പരാതി കേൾക്കുവാൻ ആർക്കും അവകാശമില്ലെന്നും ഏത് പരാതിയും ക്രിസ്തുവിന്റെ വിധിക്ക് വിട്ടുകൊടുക്കുക മാത്രമേ ആകാവൂ എന്ന് തീരുമാനിച്ചു. അപ്പൊ എന്ന് പറഞ്ഞാൽ കാതോലിക്കായ്ക്ക് മുകളിൽ ക്രിസ്തു മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ദൈവം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ അദ്ദേഹത്തിന്റെ പേരിലുള്ള പരാതികൾ കേൾക്കാനോ മറ്റാർക്കും അവകാശമില്ല. ക്രിസ്തുവിനാണ് അവകാശം. അപ്പൊ അത്രമാത്രം സ്വതന്ത്രമായിട്ടുള്ള ഒരു സഭാധ്യക്ഷൻ എന്നുള്ള സ്ഥാനമാണ് പേർഷ്യൻ കാതോലിക്കായ്ക്ക് അന്ന് സഭ നേടിയെടുത്തത്. പേർഷ്യൻ സഭയുടെ സ്വാതന്ത്ര്യം പരിപൂർണമായി ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു ഇത്. ഈ സുന്നോദോസിൽ തന്നെയാണ് കാതോലിക്കായെ ആദ്യമായി പാത്രിയർക്കീസ് എന്ന് സംബോധന ചെയ്തത്. കാതോലിക്കായ്ക്ക് പാത്രിയർക്കീസ് എന്നും പേരുണ്ട്. നമുക്കറിയാം, നമ്മള് 1-ാം ധൂപതയം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് 4 ഭാഗങ്ങളിലുള്ള ദൈവത്തിന്റെ സഭകളെ മേയിച്ച് ഭരിക്കുന്ന ശുദ്ധിമാന്മാരും അങ്ങനെ പറഞ്ഞിട്ട് പാത്രികീസ്യന്മാരായ എന്ന് പറഞ്ഞാണ് നമ്മുടെ കാതോലിക്ക ബാവായി ഉൾപ്പെടെയുള്ള ആളുകളെ പറയുന്നത്. അപ്പൊ കാതോലിക്കായ്ക്ക് പാത്രിയർക്കീസ് എന്നും പേര് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിച്ച് അവസാനിപ്പിക്കുന്നത്. സമയം കഴിഞ്ഞിരിക്കുന്നു. വേയ്ക്ക് തുടങ്ങാൻ സമയമായി. 6 മണി സന്ധ്യ നമസ്കാരമാണ് 6 മണിക്ക്. അതുകൊണ്ട് അതിൽ സംബന്ധിക്കാനായിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ചോദിക്കാം. നിങ്ങൾ ദയവായിട്ട് എഴുതി വെച്ചിരിക്കുക. നമുക്ക് അടുത്ത പ്രാവശ്യം ചോദിക്കാവുന്നതാണ്. ഇന്ന് 3 പാഠങ്ങൾ നമ്മൾ പഠിച്ചു. 1-ാം യൂണിറ്റിലെ 6-ാമത്തെ പാഠവും 2-ാം യൂണിറ്റിലെ 1ഉം 2ഉം പാഠങ്ങൾ നമ്മൾ പഠിച്ചു എന്ന് പറയുന്നില്ല. നമ്മളത് ഒരു റിവ്യൂ, ഒരു ബേഡ്സ് ഐ വ്യൂ മാത്രമാണ് നടത്തിയത്. അതുകൊണ്ട് നിങ്ങളത് ദയവായിട്ട് വായിച്ച് വീണ്ടും വായിച്ച് മനസ്സിലാക്കി ചരിത്രത്തിൽ നല്ല അവബോധമുള്ളവരായി തീരണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത്രയും പേര് 26 മെമ്പേഴ്സ് അറ്റൻഡീവ്സ് ഉണ്ടായിരുന്നു. അവരോടെല്ലാം ഉള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു.
Thank you. Thanks a lot. Okay. Has anyone joined through laptop today? Okay. Yes, I just okay. അപ്പോൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ നാമത്താൽ ഞങ്ങൾ അത് കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര, ഞങ്ങൾ സേവായ ഞങ്ങൾ അടച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള നിന്റെ കൂടെ ഇരുന്ന ഭവനങ്ങളാ ഞങ്ങളെ ചമയ്ക്കണമേ. ദൈവമായ കർത്താവേ, നിലവിലെ എല്ലാ സമയത്തിലും ദൈവത്തിൽ മറച്ചുകൊള്ളണമേ. ആമേൻ. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ ഹൃദയം പരിശുദ്ധവും സംബന്ധവും സഹവാസവും നാം ഏവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. ഗുഡ് നൈറ്റ്. അടുത്ത ആഴ്ച അലക്സെ, അടുത്ത ആഴ്ച ഞാൻ പറഞ്ഞതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്കത് മെസ്സേജ് ഞാൻ ഇടാം. അടുത്ത ആഴ്ച നമുക്ക് എക്സസൈസ് എടുത്തിട്ട് അതിന്റെ അടുത്ത ആഴ്ച നോക്കാം. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇതിനകത്തുള്ളവരെല്ലാം കേട്ട് കാണുമല്ലോ. അടുത്ത ആഴ്ച ക്ലാസ്. Okay. താങ്ക് യു. ഗുഡ് നൈറ്റ്. Thank you.